ഡ്രാഗൺ ഡയറക്റ്റഡ് ബൈ അശ്വന്ത് മാരിമുത്ത്. ഇതിൻ്റെ റൈറ്റേഴ്സ് അശ്വന്ത് മാരിമുത്തും അതുപോലെ തന്നെ പ്രദീപ് രംഗരാജനുമാണ് ഇതിൻ്റെ റൈറ്റേഴ്സ്. കോ റൈറ്റിംഗ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി പ്രദീപിൻ്റെ ആണ് സ്റ്റോറി എന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ AGS. ഒരു മിനിമം ഗ്യാരണ്ടി സബ്സ്റ്റൻസ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും AGS ഒരു സിനിമക്കുള്ളിലേക്ക് വരുന്ന സമയത്ത്. സ്റ്റാറിംഗ് പ്രദീപ് രംഗനാഥൻ, ഖൈദു ലോഹർ, അശ്വന്ത് മാരിമുത്ത് ഇതിനകത്തൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അനുപമ പരമേശ്വരൻ, മിഷ്കിൻ, ഗൗതം വാസുദേവമേനൻ, KS രവികുമാർ, അതുപോലെ തന്നെ VJ സിദ്ധു. പിന്നെ കുറച്ച് അധികം അവരുടെ ഒരു തമിഴ്നാട്ടിലെ കുറച്ച് അധികം യൂട്യൂബിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നി. എനിക്ക് കൂടുതലായിട്ട് അവരെ പറ്റി അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യുന്നില്ല. ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ കണ്ടിട്ട്, അതായത് ഒരു തമിഴ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു തമിഴ്നാട്ടിലിരുന്ന് കണ്ടിട്ട് കുറച്ച് കാലമായി. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് ഡ്രാഗൺ ഫസ്റ്റ് ഡേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ചില കാരണങ്ങൾ റിവ്യൂ കുറച്ച് ലേറ്റായി. ബട്ട് സ്റ്റിൽ കുറേ കാലത്തിന് ശേഷം ഒരു ഭയങ്കരമായിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടത്തിൻ്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബ് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു ഇത്തരത്തിലുള്ള തമിഴിലൊരു ട്രെൻഡ് സെറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു സിനിമ ആ തമിഴ് ഓഡിയൻസിൻ്റെ കൂടെ കാണുന്ന സമയത്ത് അത് വേറെ തന്നെ ഒരു വൈബായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പ്രദീപ് രംഗനാഥൻ നമ്മുടെ ഡയറക്ഷനിലേക്ക് കൂടി നമ്മൾ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുകയും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ കോമാളി, ലവ് ടുഡേ, പിന്നെ ലവ് ടുഡേയിൽ പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്തു. അത് ഏകദേശം 90 crores അടുത്ത് കളക്ട് ചെയ്തു. നൗ ഡ്രാഗൺ ഒരു ചെറിയൊരു ത്രെഡാണ്. പ്രദീപ് രംഗനാഥൻ്റെ റൈറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ ചെറിയൊരു ത്രെഡാണ്. ഇത്രയും മതിയോ ഒരു ഫിലിമിന് വേണ്ടി എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു ത്രെഡാണ്. പക്ഷെ അത് ഭയങ്കര സൂപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതുവരെ പ്രദീപ് രംഗനാഥനെ പറ്റിയിട്ടുണ്ട്. അത് പ്രദീപ് രംഗനാഥന് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു ആക്ടർ എന്നുള്ള രീതിയിലും വന്നിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അശ്വന്ത് മാരിമുത്തു ആഫ്റ്റർ ഓ മൈ കടവുളെ എന്താ പറയുക, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൺ മോഡ് ഫിലിം എന്ന് വേണ്ടിയൊക്കെ പറയാം. അതാണ് ആക്ച്വലി ഡ്രാഗൺ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ലോജിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ വൈബ് ആ ലെവലിലോട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഡ്രാഗൺ. മ്യൂസിക് ലിയോൺ ജെയിംസ്. പാട്ടുകളൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ കേൾക്കുന്ന സമയത്ത് സിനിമയിലകത്ത് വലിയ കുഴപ്പമില്ലാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു ചില സ്ഥലത്തൊക്കെ. ലവ് ടുഡേ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കണക്റ്റായ ആ കാര്യങ്ങൾ തന്നെയാണ് ആക്ച്വലി ഈ സിനിമയിനകത്ത് നമുക്ക് കണക്റ്റ് ആവുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഹാഫ്, ടു ബി വെരി ഓണസ്റ്റ്, ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. പക്ഷേ ഒരു ഘട്ടത്തിൽ എനിക്ക് വന്നിട്ട് എനിക്ക് ഈ ഒരു സിനിമയുടെ വൈബ് കിട്ടാത്തതാണെന്ന് പോലും ചിന്തയുണ്ടായി. രാവിലെ മുതലേ ഗംഭീരമായിട്ടുള്ള പോസിറ്റീവ് റിവ്യൂസ് വരുന്നു. സോ അതിനുശേഷം നമ്മൾ പോയി കാണുന്ന സമയത്ത് ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പറയില്ലേ സെക്കൻഡ് ഹാഫിൽ അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞില്ല. അപ്പോൾ ആ അത്ഭുതം ആക്ച്വലി സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചില്ല. ഔട്ട് ആൻഡ് ഔട്ട് സീൻ ബൈ സീൻ എന്താ പറയുക, നമ്മളെ ചിരിപ്പിച്ച് നമ്മളെ ഒരുമാതിരി ഒരു വൈബിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ സിനിമക്ക് പറ്റിയിട്ടുണ്ട്. പ്രദീപ് രംഗനാഥൻ്റെ ആ ഒരു ടിപ്പിക്കൽ ലവ് ടുഡേ ടൈപ്പ് ഓഫ് സാധനങ്ങളും പരിപാടിയൊക്കെ വന്നിട്ട് പുള്ളി ഇടുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് യൂത്തിൻ്റെ ഇടയിൽ കണക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ അല്ലേ. യൂത്തിൻ്റെ ഇടയിൽ കണക്ട് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ. ഇതിൻ്റെ എഡിറ്റിംഗ് വന്നത് സെൽവ കാർത്തിക് ആണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. 2 hours 30 സംതിങ് ഉണ്ട് ഫിലിം. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ പോലും അത് കുറേ ടൈം എടുക്കുന്ന പോലെ. കാരണം അതായത് നമ്മൾ ചെറിയ ത്രെഡ് ആയതുകൊണ്ട് തന്നെ അത് വലിച്ചു നീട്ടുന്ന സമയത്ത് അത് ഫസ്റ്റ് ഹാഫ് ആയതുകൊണ്ട് നല്ലത് സെക്കൻഡ് ഹാഫിലാണ് അവരെല്ലാം വെച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഓക്കെ ആയിട്ട് തോന്നി. സിനിമാറ്റോഗ്രാഫി നിഖേത് ഭൂമിയാണ് ചെയ്തിട്ടുള്ളത്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ തന്നെ, അതായത് നല്ലൊരു വലിയ ക്യാൻവാസിൽ ചെയ്ത പോലെ തന്നെ ഒരു ഫീലും അത് പല സ്ഥലത്തും അതിൻ്റെ ഒരു ടീസർ മുതൽ, അതായത് അതിൻ്റെ ഒരു കമൻസിങ് വീഡിയോ മുതൽ വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായിട്ട് ആക്ച്വലി അർച്ചന കൽപ്പാത്തി ഉണ്ടാവാം. പുള്ളിക്കാരി അത് അത്രയും പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മിഷ്കിൻ ക്യാരക്ടേഴ്സിലേക്ക് വരുന്നത്, മിഷ്കിൻ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മിഷ്കിൻ ആസ് എൻ ആക്ടർ, പുള്ളിക്കാരൻ കോമഡി കൈകാര്യം ചെയ്യുന്ന സമയത്തും പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയും വളരെ നന്നായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ലിയോയിലും ഫീൽ ചെയ്തിട്ടുണ്ടായി, അറ്റ് ദ സെയിം ടൈം ഡ്രാഗനിലും ഫീൽ ചെയ്തു. KS രവികുമാർ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഗൗതം വാസുദേവൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. എൻഡ് ഓഫ് ദി ഡേ പറഞ്ഞല്ലോ, ഒരു എൻ്റർടൈൻമെൻ്റ്
ആണ് നമുക്കൊരു ചെറിയൊരു മെസ്സേജ് നമുക്ക് ലാസ്റ്റ് തരുന്ന ഒരു രസമുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഡ്രാഗൺ എന്ന് പറയുന്നത്. പ്രദീപ് രംഗനാഥൻ പുള്ളിക്കാരൻ്റെ കളക്ഷൻ ഇപ്പം 90 കോടിയിൽ ലവ് ടുഡേ മിസ്സായെങ്കിൽ ഒബ്വിയസ്ലി 100 crores വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കൺസിഡറിങ് ദ ബുക്കിംഗ് വീക്കെൻഡിലൊക്കെയുള്ള ബുക്കിംഗ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. സോ ഡ്രാഗൺ ആസ് എക്സ്പെക്റ്റഡ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആസ് എ ഹോൾ ആസ് എൻ എൻ്റർടൈനർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഡ്രാഗൺ. പ്രദീപ് രംഗനാഥൻ വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. സോ അത് പുള്ളിക്കാരൻ ഡയറക്ഷനിലും അതുപോലെ തന്നെ അഭിനയത്തിലും അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഡു വാച്ച് ഡ്രാഗൺ ഇൻ യുവർ തിയേറ്റേഴ്സ്.